നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 25 സീറ്റുകളിൽ BJP തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ള സൂചന പുറത്തു വന്നതോടുകൂടി ഇരുമുന്നണികളും അക്ഷരാർത്ഥത്തിൽ അങ്കലാപ്പിലാണ്. BJPക്ക് നിർണായകമായ നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയുന്ന തൃശ്ശൂർ, കായംകുളം, നേമം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, കഴക്കൂട്ടം, ചാത്തന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിനിറങ്ങാനുള്ള ശ്രമമാണത്രേ ഇപ്പോൾ BJP നടത്തുന്നത്. അങ്ങനെ മുൻകൂട്ടി നേതാക്കളെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിറങ്ങിയാൽ ഒരുപക്ഷെ BJPക്ക് ഇതിൽ ഒരു 4-5 സീറ്റെങ്കിലും ഉറപ്പായി പിടിക്കാൻ കഴിയും. കാരണം മറ്റ് 2 മുന്നണികളും സ്ഥാനാർത്ഥികളെ കണ്ടെത്തി പ്രചരണം തുടങ്ങുമ്പോഴേക്കും BJP സ്ഥാനാർത്ഥികൾ 3-4 വട്ടം മണ്ഡലത്തിൽ പ്രചരണം നടത്തി കഴിയും. ഇപ്പോൾ തന്നെ ഏറെക്കുറെ ആ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുകയും അവർ മണ്ഡലങ്ങളിൽ സജീവമാവുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരിലായാലും കായംകുളത്തായാലും കോന്നിയിലായാലും, കോന്നിയിൽ K. സുരേന്ദ്രൻ 2 തവണ ഇപ്പോൾ പര്യടനം നടത്തി, അല്ലെങ്കിൽ അദ്ദേഹം പഴയ ബന്ധങ്ങളൊക്കെ പുതുക്കാൻ അവിടെ എത്തിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ അവിടെ എത്തുകയും പഴയ RSS നേതാക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടി ചില ക്രൈസ്തവ നേതാക്കളെ കാണുകയും ഒക്കെ ചെയ്തു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ഒരു ഓഫീസ് തന്നെ തുടരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വട്ടിയൂർക്കാവിലും കാട്ടാക്കടയിലും കഴക്കൂട്ടത്തുമെല്ലാം, കഴക്കൂട്ടത്ത് V. മുരളീധരൻ അവിടെ തമ്പടിച്ച് പ്രചരണം ഏറെക്കുറെ തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം സാമുദായിക നേതാക്കളെയും മറ്റ് ആളുകളെയെല്ലാം പോയി കണ്ടു തുടങ്ങി. അസംതൃപ്തരായ കോൺഗ്രസ് CPM നേതാക്കളെല്ലാം അദ്ദേഹം നേരിട്ട് പോയി കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള 25 മണ്ഡലങ്ങളിൽ BJP ഇപ്പോൾ ഒരു പ്രചരണ സംവിധാനം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇവർ നേതാക്കളെല്ലാവരും ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന് കരുതുന്ന നേതാക്കൾ, BJPയുടെ ഉന്നത നേതാക്കളെല്ലാവരും ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഏതാണ്ട് 2 മണ്ഡലങ്ങളിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയാവുമെന്നുള്ള സൂചന പുറത്തു വരുന്നുണ്ട്. കായംകുളത്തും തൃശ്ശൂർ ജില്ലയിലെ ഒരു മണ്ഡലത്തിലും അവർക്ക് മത്സരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കായംകുളം ഏറെക്കുറെ അവർക്ക് ഉറപ്പാണ്. കാരണം കായംകുളത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്തെത്തിയത് ശോഭാ സുരേന്ദ്രനായിരുന്നു. അതുകൊണ്ട് തന്നെ കായംകുളം നിന്നാൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കും, MLA ആകുമെന്നുള്ള ഉറപ്പ് അവർക്ക് തന്നെയുണ്ട്, BJPക്കുണ്ട്, മറ്റ് പാർട്ടികൾക്ക് പോലുമുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി പോലുള്ള ചില മണ്ഡലങ്ങളിൽ ശോഭ നിന്നാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഒല്ലൂർ പോലുള്ള മണ്ഡലങ്ങളിൽ നിന്നാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ B. ഗോപാലകൃഷ്ണനെ തൃശ്ശൂർ ജില്ലയിലെ ഒരു മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ തൃശ്ശൂരും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലുമുള്ള മണ്ഡലങ്ങൾ, 25 മണ്ഡലങ്ങൾ കൃത്യമായി നോട്ടിഫൈ ചെയ്ത് അവിടേക്ക് ആളുകളെ, നേതാക്കളെ ഇറക്കി പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. BJPയെ സംബന്ധിച്ചിടത്തോളം പല നേതാക്കളും, സുരേന്ദ്രൻ അടക്കമുള്ള പല നേതാക്കളും 1-2 തവണ ആ മണ്ഡലത്തിലേക്ക് പോയി അത്യാവശ്യം എല്ലാവരെയും കണ്ട് പരിചയമൊക്കെ പുതുക്കി കഴിഞ്ഞു. ഒരു പ്രചരണം തുടങ്ങിയെന്ന് തന്നെ പറയാവുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു 25 മണ്ഡലങ്ങളിൽ. അതുകൊണ്ട് തന്നെ BJPയുടെ സമുന്നത നേതാക്കളെല്ലാവരും തന്നെ ഇപ്പോൾ 25 മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഒരു 50 മണ്ഡലങ്ങളിൽ കൂടി BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അത് BJPക്ക് 25,000-നും 30,000-നും ഇടയ്ക്ക് വോട്ടുള്ള മണ്ഡലങ്ങളാണ്. അങ്ങനെ 25 മണ്ഡലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ബാക്കിയുള്ള 50 മണ്ഡലങ്ങളിൽ അവർ ഒരു വലിയ നേട്ടങ്ങൾ, വോട്ട് വർദ്ധിപ്പിക്കുക അടക്കമുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. ഈ 25 മണ്ഡലങ്ങളിൽ BJP വലിയ തോതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ UDFന് വലിയ അപകടം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ മണ്ഡലങ്ങളൊക്കെ പിടിക്കാൻ UDF പിടിച്ചാൽ മാത്രമേ UDFന് 2026 അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ. കഴക്കൂട്ടമായാലും നേമമായാലും ചാത്തന്നൂരായാലും കോന്നിയായാലും ഇതെല്ലാം, ആറന്മുളയായാലും ഇതെല്ലാം തിരിച്ച് പിടിച്ചാൽ മാത്രമേ UDFന് അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് UDFൻ്റെ മണ്ഡലങ്ങളാണ് ഇപ്പോൾ, CPMൻ്റെ മണ്ഡലം ഉണ്ടെങ്കിലും UDFൻ്റെ മണ്ഡലങ്ങളിലാണ് BJP കൂടുതൽ ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യം UDFന് തന്നെ അറിയാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, 25 മണ്ഡലങ്ങളെ BJP കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്നത് കേരള രാഷ്ട്രീയത്തിൽ ചില വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.